ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പാകം ചെയ്യാൻ പോകുന്നത് കക്ക ഫ്രൈ ആണ്. നമുക്കിന്ന് നമ്മൾ വീടുകളിൽ പാകം ചെയ്യുന്ന രീതിയിൽ നമുക്ക് അല്പം വ്യത്യസ്തമായി നമുക്കിന്ന് പുതിയ രീതിയിൽ നമ്മുടെ കക്ക ഫ്രൈ ഒന്ന് തയ്യാറാക്കാം. നമ്മുടെ ഇന്നത്തെ കക്ക ഫ്രൈക്ക് വേണ്ടിയിട്ട് നമ്മൾ 1/2 കിലോ കക്ക നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഉലുവ ഒരു 1/4 സ്പൂണിൽ താഴെ അളവിൽ നമുക്ക് മതി. കടുക് 1 ടീസ്പൂൺ, തേങ്ങാക്കൊത്ത് ഒരു 2 സ്പൂണ് നമുക്ക് ആവശ്യത്തിന്, രുചിക്ക് ആവശ്യമുള്ളവർ അല്പം കൂടി തേങ്ങാക്കൊത്ത് കൂടുതൽ ഇട്ടാലും പ്രശ്നമില്ല. വെളുത്തുള്ളി 1 ടീസ്പൂണ്, പച്ചമുളക് 1 ടീസ്പൂണ്, ഇഞ്ചി ഒരു 1/2 ടീസ്പൂണ്, ആവശ്യത്തിന് കറിവേപ്പില. താളിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 15 ചെറിയുള്ളിയും ഒരു 7 വത്തലമുളകും എടുത്തിട്ടുണ്ട്. ഫിഷ് മസാല 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച്, ഗരം മസാല അല്പം നമുക്ക് ചേർക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഒരു 5 ഇതള് കുടംപുളി എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന്, 1 മുറി തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് ചിരണ്ടിയത്, ഒരു 4 സവോള നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കക്ക ഫ്രൈയിലേക്ക് നമുക്കൊരു 50 ഗ്രാം വെളിച്ചെണ്ണ ആവശ്യമുണ്ട്. നമ്മുടെ കക്ക നമുക്ക് ഒന്ന് ബോയിൽ ചെയ്യാനായിട്ട് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, അല്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില. നമ്മൾ ആദ്യം എടുത്ത് കൊത്തി വെച്ചിരുന്ന തേങ്ങാക്കൊത്തിൻ്റെ ഒരു പകുതി നമ്മൾ ഇതോടൊപ്പം ചേർക്കുന്നുണ്ട്. നമ്മൾ കുടംപുളി ഒരു 4 തുട എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം പുളിയുടെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് അത് തിളച്ച് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് അല്പം ഫിഷ് മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കക്ക നമുക്ക് ബോയിൽ ചെയ്യാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കക്കായ്ക്കൊപ്പം അതേ ലെവലിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കക്ക എന്ന് വറ്റിച്ചെടുക്കാം. നമ്മുടെ കക്ക നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അടുത്ത ചേരുവകൾ ഫ്രൈ ചെയ്ത് നമ്മുടെ കക്കയിലേക്ക് ചേർക്കേണ്ട ചേരുവകൾ നമുക്ക് തയ്യാറാക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി, മുളക് പൊടി, അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട വരും. ഫിഷ് മസാല, ഉപ്പ് ആവശ്യത്തിന്. നമ്മൾ കക്കയിൽ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയും കൂടി ഉപ്പ് നമുക്ക് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കാം. നമ്മളിനി നമ്മുടെ വറ്റിച്ചെടുത്ത കക്കയിലേക്ക് നമ്മുടെ ഈ ചേരുവകൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ചേരുവകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് ചേർക്കേണ്ട സാധനങ്ങളെല്ലാം നമുക്കിനി നമ്മുടെ വറ്റിച്ചെടുത്ത കക്ക ഇറച്ചിയിലേക്ക് നമ്മുടെ ഈ ചേരുവകൾ കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മുടെ കക്കായിൽ വെള്ളം വറ്റി വന്നിരിക്കുകയാണ് ഏകദേശം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. പുളിയും ഉപ്പും എല്ലാം പാകത്തിന് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ കക്കായിൽ വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്, പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ പുളി അങ്ങ് എടുത്ത് മാറ്റാം. ആവശ്യത്തിന് പുളി ആയിട്ടുണ്ട്.
നമ്മുടെ ഫ്രൈ ചെയ്തെടുത്ത തേങ്ങയും മറ്റു മസാലകളൊക്കെ നമ്മുടെ കക്കായിലേക്ക് വറ്റിക്കൊണ്ടിരിക്കുന്ന കക്കായിലേക്ക് നന്നായിട്ട് ചേർന്ന് പിടിക്കുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാലകളെല്ലാം നല്ല പാകത്തിനാണ് ചേർന്നിരിക്കുന്നത്. നല്ലൊരു മണം വരുന്നുണ്ട്. അല്പം കൂടി ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, രുചിക്ക് വേണ്ടിയിട്ട് നമുക്ക് അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഒരു 2 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആഹാ, കുരുമുളകിൻ്റെയും വെളിച്ചെണ്ണയുടെയും ഗരം മസാലയുടെയും ഒക്കെ നല്ലൊരു ഫ്ലേവർ കയറി വരുന്നുണ്ട്. ഇനി നമുക്ക് സ്ലോ ഫയറിൽ അല്പം നേരം വയ്ക്കാം. നമ്മുടെ കക്ക ഫ്രൈ റെഡിയായിരിക്കുകയാണ്. തേങ്ങാക്കൊത്തും ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ ചോപ്പ് ചെയ്ത് ചേർത്ത്, കാരണം അതിൻ്റെ ഫ്ലേവറും ചെറിയൊരു കക്ക കഴിക്കുന്നതോടൊപ്പം ചെറിയൊരു കടിയും നമുക്ക് കിട്ടുന്നതുകൊണ്ട് നല്ലൊരു രുചികരമായി നമുക്ക് തീർച്ചയായിട്ടും ഇത് അനുഭവപ്പെടും. ഇനി നമുക്കിത് ഒരു പ്ലാറ്ററിലേക്ക് മാറ്റാം. നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള കക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീടുകളിൽ പരീക്ഷിക്കണം. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. നമ്മുടെ ഇന്നത്തെ കക്ക ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ അടുത്ത നാടൻ ഐറ്റവുമായി വീണ്ടും നമുക്ക് കാണാം. ബൈ.